2 പത്രോസ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ടു യു ഇൻ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ജീസസ് അവർ ലോർഡ്. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനം കുറവാണെന്ന് പറയുന്നെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കൃപ കുറവാണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അത് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ദൈവമുള്ള ബന്ധത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരുക, ദൈവ പരിജ്ഞാനത്തിൽ വളരുക. അവനുമായുള്ള ബന്ധത്തിൽ, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരും. അതായത് അവനെ അറിയുന്നതിൻ്റെ ഫ്രൂട്ടാണ്, ഫലമാണ് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന കൃപയും സമാധാനവും. ആമേൻ. എത്ര ഡിഗ്രി വരെ, എത്രത്തോളം കൃപയും സമാധാനവും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അവനെ അറിയുക. ഹല്ലേലൂയ. യേശു പറഞ്ഞു, അവനെ അറിയുന്നത് തന്നെ നിത്യ ജീവനാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ ജീവനും കൃപയും സമാധാനവും മൾട്ടിപ്ലൈ ചെയ്യട്ടെ എന്ന് ആമുഖമായി പറയുക. എങ്ങനെയാണ് ക്രിസ്തുവിൽ വളരാനായി കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നത്? എല്ലാവരുടെയും ആഗ്രഹമാണ് നാം വളരണം, ഉയർച്ച പ്രാപിക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരുവാനായി കഴിയുന്നത്? നമ്മുടെ ഫസ്റ്റ് ആൻഡ് പ്രോമിനൻറ്റ് തിങ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ വളർച്ചയെ, ഉയർച്ചയെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വചനത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു പൊസിഷനാണ്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പൊസിഷനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്ര ആൾട്ടിറ്റ്യൂഡിൽ നിങ്ങൾ എത്തണം. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഉയർച്ചയിൽ. എത്രത്തോളം ഉയർച്ചയിൽ എത്തണമോ അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡിനെ തീരുമാനിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള നിങ്ങളുടെ സമീപനമാണ്. ഇന്ന് ഒത്തിരി ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ സഫർ ചെയ്യുന്നത് കാണാൻ പറ്റും, ഒത്തിരി കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ല, അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. അവർ കഷ്ടപ്പെടുന്നത് സാത്താൻ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടല്ല, അവർ കഷ്ടപ്പെടുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ ജനം അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നു. അറിവില്ലായ്മ കൊണ്ട്, ലാക്ക് ഓഫ് നോളജ്, ലാക്ക് ഓഫ് റെവലേഷൻ, അവർക്ക് വെളിപ്പാടില്ലാത്തത് കാരണം, അറിവില്ലാത്തത് കാരണം അവർ നശിച്ചു പോവുകയാണ്. എൻ്റെ ജനം നശിക്കുന്നത്, ദൈവം പറയുകയാണ്, തൻ്റെ ജനം നശിച്ചു പോകുന്നത് സാത്താൻ സ്ട്രോങ് ആയതുകൊണ്ടല്ല. പലരും അങ്ങനെയാണ് പലപ്പോഴും അവരുടെ നാശത്തിന് കാരണം, ഉയർച്ചയില്ലായ്മയുടെ കാരണം ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത് ഒന്നുകിൽ ദൈവത്തെയാണ് അല്ലെങ്കിൽ സാത്താനെയാണ്. ഒരിക്കലും സാത്താനല്ല നിങ്ങളുടെ ജീവിതത്തിലെ ശക്തിമാനായി നിങ്ങളെ എതിർക്കുന്നത്. അവന് ശക്തിയൊന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മ, ഇഗ്നോറൻസ് പലപ്പോഴും അവൻ മുതലെടുക്കുന്നുണ്ട്. അറിവില്ലായ്മ പലപ്പോഴും നമ്മുടെ ഉയർച്ചയെ തടയുന്നുണ്ട്. പലരും അവരവരുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളെയും രോഗത്തിൻ്റെ അവസ്ഥകളെയും ദൈവത്തിനെന്തോ മഹത്വം കൊടുക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ദാരിദ്ര്യം ഒരിക്കലും ദൈവത്തിന് മഹത്വത്തെ കൊണ്ടുവരത്തില്ല. ഞാൻ പറയാൻ കേട്ടും തോന്നുന്നു. നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ രോഗം ഒരിക്കലും ദൈവത്തിന് മഹത്വത്തെ കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സക്സസ്, ക്രിസ്തുവിൽ ജയാളിയായുള്ള ജീവിതമാണ് ക്രിസ്തുവിന്, ദൈവത്തിന് മഹത്വത്തെ കൊണ്ടുവരുന്നത്. തൻ്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോകണമെന്നോ ഈ ലോകത്തിൽ ഡിഫീറ്റഡായുള്ള പരാജയപ്പെട്ട ജീവൻ നയിക്കണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പിതാവും ആഗ്രഹിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ലോകത്തെ ജയിച്ചവരാണ്. നമ്മൾ ആ ജയത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വത്തെ കൊണ്ടുവരുന്നത്. നാം ഓരോരുത്തരും സാത്താനെ അല്ലെങ്കിൽ ശത്രുവിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കുവാനായിട്ടല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ശത്രുവിൻ്റെ മേൽ ആധിപത്യം നടത്താനാണ്.
We don't have to tolerate devil. We have to take dominion over him. നമ്മൾ അവൻ്റെ മേൽ ആധിപത്യത്തെ, അവൻ്റെ മേൽ അടക്കി വാഴണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ വചനം, ഞാൻ പഠിച്ച ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, റെസിസ്റ്റ് ദ ഡെവിൾ. സാത്താനോട് എതിർത്ത് നിൽക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക. സബ്മിറ്റ് ടു ഗോഡ്. ദൈവത്തിന് കീഴ്പ്പെടുക, സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. യാക്കോബിന്റെ ലേഖനം 4-7 വാക്യം പറയുകയാണ്, ശത്രുവിനോട് നീ എതിർത്ത് നിൽക്കണം, ദൈവത്തിന് കീഴ്പ്പെടണം, അവൻ നിന്നെ വിട്ട്, ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് ദൈവ രാജ്യത്തിലെ ഒരു മിസ്റ്ററി, ഒരു രഹസ്യത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ്സ് വെരി പവർഫുൾ. നിങ്ങളുടെ ലൈഫിനെ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ രഹസ്യത്തിന്, ഈ സത്യത്തിന് കഴിയും. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. മർക്കോസിന്റെ സുവിശേഷം 4 യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ഒത്തിരി ജനം തൻ്റെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ യേശു അവരോടായിട്ട് ഒരു ഉപമയെ സംസാരിക്കുക. ഒത്തിരി പേർ ആ ഉപമ കേട്ടു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചു. കേട്ട പലരും അത് കേട്ടിട്ട് മടങ്ങിപ്പോയി, ഒന്നും യേശുവിനോട് ചോദിച്ചില്ല. എന്നാൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നിട്ട് ചോദിച്ചു, ഗുരു, ഞങ്ങൾക്ക് ആ ഉപമ പറഞ്ഞു തരണം, വെളിപ്പെടുത്തി തരണം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, അവസരം ലഭിച്ചിരിക്കുകയാണ്. പുറത്തുള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കത് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ, അതിനർത്ഥം നിങ്ങൾക്ക് ആ ഭാഗ്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ ഗ്രഹിപ്പാൻ ഒരു ആഗ്രഹമാകത്തുണ്ടോ, ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. യേശു അവർക്കത് വളരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. ഞാൻ അതിലേക്കൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്ന് തൊട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഇവിടെ പറഞ്ഞത് ഒരു വിതയ്ക്കുന്ന ഒരു കർഷകന്റെ ഉപമയാണ്. വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകൻ വിത്ത് വിതച്ചു. അവിടെ 4 തരത്തിലുള്ള ഗ്രൗണ്ട് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചതാണ്. അതിലൊന്നാമത്തെ ഒരു ഗ്രൗണ്ടിന്റെ പ്രത്യേകത അത് വഴിയാണ്. നമുക്കറിയാം, വഴിയിൽ നമുക്ക് സ്വർണമോ വിലപിടിപ്പുകളോ ഒന്നും കിട്ടത്തില്ല. വഴി എന്ന് പറയുന്നത് ഒരു ചീപ്പായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവരും ചവിട്ടി വെറുതെ കളയുന്ന സ്ഥലമാണ്. ഇങ്ങനെയാണ് ചിലരുടെ ലൈഫിൽ ദൈവത്തിൻ്റെ വചനത്തിന് അവർ ഒരു വാല്യൂവും കൊടുക്കത്തില്ല, ഒരു പ്രാധാന്യവും കൊടുക്കത്തില്ല. അവിടെ വിതച്ച 4 പ്രാവശ്യം വിതയ്ക്കുന്നുണ്ട്, 4 തരത്തിൽ വിതയ്ക്കുന്നുണ്ട്. വിതച്ചതും 4ഉം ഒരേ ടൈപ്പ് വിത്താണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൗണ്ടുകളാണ്. ഇവിടെ തന്നെ എനിക്ക് ആ 4 തരത്തിലുള്ള വ്യക്തികളെയും കാണാൻ പറ്റും. ചിലർ ദൈവത്തിൻ്റെ വചനത്തെ ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു സ്വീകരിക്കാൻ വേണ്ടി. ചിലരിത് സുഖമായി ഉറങ്ങുന്നു. അവർ ഈ പറഞ്ഞ പോലെയാണ്, വഴിയരികെ വീണതുപോലെ വീഴുമ്പോൾ തന്നെ പറവകൾ കൊത്തിപ്പോകുന്നു. അവിടെ എഴുതുകയാണ്, ആ വിതച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ വിതയ്ക്കുമ്പോൾ ചിലർ അത് വളരെ വേഗത്തിൽ സ്വീകരിക്കും. ചിലർ വഴിയരികിൽ വീണ വിത്ത് പോലെ അവരുടെ ഹൃദയത്തെ വെറുതെ തുറന്നിട്ടിരിക്കും. വരുന്നെല്ലാം സ്വീകരിക്കും, കാണുന്നെല്ലാം സ്വീകരിക്കും. എന്നിട്ടോ പെട്ടെന്ന് അവർ മറന്നുപോകും. കാരണം അവർ അത് സ്വീകരിച്ച ഉടനെ വചനം പറയുന്നത് പെട്ടെന്ന് തന്നെ ശത്രു വന്ന് അതെടുത്തു കളയും. ശത്രുവിന് പോലും വളരെ വ്യക്തമായിട്ട് അറിയാം നിന്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. നിനക്ക് അതിലുള്ള വിശ്വാസത്തെക്കാൾ നല്ല ബോധ്യം ശത്രുവിനുണ്ട്. ഈ വചനം അവൻ്റെ അകത്തു കിടന്നാൽ അതവനെ രൂപാന്തരപ്പെടുത്തും, അവൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കൊണ്ടുവരും, അവൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കും. അതുകൊണ്ട് ശത്രു എത്രയും പെട്ടെന്ന് വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്നത് എടുത്തു കളയുന്ന വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് അവൻ്റെ ബ്രെയിൻ, അവൻ്റെ ബുദ്ധിയിൽ നിന്ന് എടുത്ത് കളയാത്തത്? നമ്മളങ്ങനെയാ, ചില വചനം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഓ ഇതൊക്കെ എനിക്ക് അറിയാം, എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ച, അത് ബുദ്ധിയില്ല. നിനക്കത് ഓർമ്മയിലുണ്ട്, പക്ഷെ നിന്റെ ഹൃദയത്തിൽ അതുണ്ടോ? അത് വെളിപ്പാടായി നിന്റെ അകത്തുണ്ടോ? ശത്രു അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയോ നീ ചെക്ക് ചെയ്യണം. യേശുവിൻ്റെ അടിപ്പിനാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു, കാണാതെ അറിയാം, പക്ഷെ ഹൃദയത്തിനകത്തുണ്ടോ? ഒരു രോഗത്തിൻ്റെ സിംറ്റം വരുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? നിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് വചനമുണ്ടെങ്കിൽ യു ക്യാൻ ഷോ ഇറ്റ്. നിനക്കത് കാണിക്കാൻ പറ്റും, നിന്റെ പ്രവൃത്തിയിൽ അത് കാണും. കാരണം ഒരു രോഗത്തിൻ്റെ സിംറ്റം വരുമ്പോൾ തന്നെ, നിന്റെ മേൽ ആ രോഗത്തിൻ്റെ ഒരു സിംറ്റം, ഒരു ലക്ഷണം വരുമ്പോൾ തന്നെ നിന്റെ അകത്തുനിന്ന് ഇത് വാള് പോലെ പുറത്തേക്ക് വരും. യേശുവിൻ്റെ അടിപ്പിനാൽ ഞാൻ സൗഖ്യമായതാണ്. പിന്നെ ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? എങ്ങനെ എൻ്റെ ശരീരത്തിൽ രോഗം വരും? ഒരു ചോദ്യം വരും. കാര്യം എന്നാ? ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വചനം പറയുന്നു ഞാൻ സൗഖ്യമായിരിക്കുന്നു. പിന്നെ എങ്ങനെ എനിക്ക് എൻ്റെ ശരീരത്തിൽ മുഴ വരും? എങ്ങനെ എൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ ഒരു അവസ്ഥ വരും, ഒരു ബലഹീനത വരും? ചോദ്യം ചെയ്യാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് ഇരുവായ്ത്തിലുള്ള വാളാണ്. പലതിനെയും വെട്ടിയരിയാൻ നിന്റെ അകത്ത് പുറത്തു വരേണ്ട ഒന്നാണ്.
ഹല്ലേലൂയ. അത് ബുദ്ധിക്കകത്തിരുന്ന് പ്രവർത്തിക്കത്തില്ല, അത് ഹൃദയത്തിനകത്ത് വരണം. ഇതിലൂടെ അകത്തു കയറി അത് ഹൃദയത്തിനകത്തിരുന്നാൽ ഹൃദയത്തിനകത്ത് നിറഞ്ഞ് കവിയുമ്പോൾ നിന്റെ വായ് സംസാരിക്കാൻ തുടങ്ങും. ഒരു വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയും. അതെങ്ങനെ നിറയുന്നു ചോദിച്ചാൽ, when you meditate, ആ വചനത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതകത്ത് നിറഞ്ഞ് തുളുമാൻ തുടങ്ങും. അത് നിറഞ്ഞു കവിയുമ്പോൾ വിശ്വാസത്തോടു കൂടി നിന്റെ അകത്തുനിന്ന് പുറത്തൊരു വരവുണ്ട്. അവിടെയാണ് അത് ഫ്രൂട്ടിനെ കൊണ്ടുവരുന്നത്. ഞാനതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ശത്രു അത് എടുത്തു കളയാനായി വരുന്നത് നിന്റെ ബുദ്ധിയിൽ നിന്നല്ല. നിങ്ങൾ ഇന്നും ഓർത്താൽ പണ്ട് പഠിച്ച സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നിങ്ങൾ കാണാതെ എപ്പോഴും പറയും, ശരിയല്ലേ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകും. എല്ലാ കുഞ്ഞുമക്കളും കാണാതെ പറയും. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്ത് അതുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഒരു മുട്ട് വരുമ്പോൾ, ഒരു കുറവ് വരുമ്പോൾ, ഒരു ഇല്ലായ്മ വരുമ്പോൾ നീ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് കുറവുണ്ടാകത്തില്ല. ഹൗ ക്യാൻ ബി പോസിബിൾ? എനിക്ക് എങ്ങനെ ഒരു കുറവുണ്ടാകും എന്നൊരു ചോദ്യം നിന്റെ അകത്തുനിന്ന് വരും. കാരണം നിന്റെ അകത്തൊരു വെളിപ്പാടായിട്ടുണ്ട്. എൻ്റെ പ്രൊവൈഡർ ഇന്നും ജീവിക്കുന്നു, എനിക്ക് നൽകുന്നവൻ ഇന്നും ജീവിക്കുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇതാണ് ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം വന്നാലുള്ള പ്രത്യേകത. ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം വന്നാൽ തീർച്ചയായും അത് പുറത്തു വരും, അത് കാണാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കുവാനായി കഴിയും, അത് ഫലം പുറപ്പെടുവിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യങ്ങൾ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നു. ആരെ കുറിച്ചാ പറയുന്നേ? ഉറക്കെ പറഞ്ഞേ, ആരെ കുറിച്ചാ പറയുന്നേ? ആരെ കുറിച്ചാ പറയുന്നേ? കേട്ടില്ല. യേശുവിനെ കുറിച്ചാ പറയുന്നത്. അപ്പോൾ വചനം ജഡമായി, അതായത് വചനം യേശുവായി ഭൂമിയിലേക്ക് വന്നു. ആദിയിലുണ്ടായിരുന്ന സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അതായത് അന്ന് സകലതിനെയും സൃഷ്ടിച്ച അതേ വചനം ജഡമായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ദ ലിവിങ് വേർഡായിട്ട് ജീവനുള്ള ദേഹിയായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ആ യേശു സാത്താനെ നേരിട്ടത് എഴുതപ്പെട്ട വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആദിയിൽ ദൈവത്തോട് കൂടെ ഇരുന്ന ദൈവമായിരുന്ന വചനം ഈ ഭൂമിയിൽ ലിവിങ് വേർഡായി ജീവനുള്ള ദേഹിയായി വെളിപ്പെട്ടപ്പോൾ, ആ യേശു സാത്താന്റെ തന്ത്രങ്ങളോട് ഫൈറ്റ് ചെയ്തത് എഴുതപ്പെട്ട വചനത്താലാണെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം ഈ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനെ യേശു കഥാവ് ആവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനത്തെ യേശു പറയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ട്? ഹി സെഡ് ആൻ എക്സാമ്പിൾ. അവൻ നമുക്കൊരു മാതൃകയാവുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ പ്രതിസന്ധികൾക്കും ഉള്ള മറുപടി എഴുതപ്പെട്ട വചനത്തിനകത്തുണ്ട്. ഈ വചനം നിന്റെ അകത്ത് നിറഞ്ഞ് വായിലൂടെ പുറത്തു വരാൻ തുടങ്ങിയാൽ നിന്റെ ലൈഫിൽ മാറ്റങ്ങളെ കാണാൻ പറ്റും. യേശു നമുക്കൊരു സ്റ്റാൻഡേർഡ് വെക്കുകയായിരുന്നു. അതായത് സാത്താനെ തോൽപ്പിക്കാൻ, അവനെ അകറ്റാൻ ഷൗട്ട് ചെയ്യണ്ട, വെള്ളം തെളിക്കണ്ട, അലറണ്ട. ജസ്റ്റ് സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുക. ഫലം കായ്ക്കണമെങ്കിൽ വിത്ത് നടണം. The word of God is a seed. ദൈവത്തിന്റെ വചനമാണ് വിത്ത്. നീ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? ആരോഗ്യം ആഗ്രഹിക്കുന്നുണ്ടോ? Plant the seed. ദൈവത്തിന്റെ വചനത്തിൽ നിന്റെ സമൃദ്ധിക്കുള്ള സീഡുണ്ട്, ആരോഗ്യത്തിനുള്ള സീഡുണ്ട്. ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഏകദേശം 8,000-ത്തിലധികം പ്രോമിസുകളുണ്ട്. എത്ര പേർക്ക് അറിയാതെ? ഡയറക്റ്റ്ലി നിങ്ങളോട് സംസാരിക്കുന്ന 7,000-ത്തിലധികം പ്രോമിസുകളുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊക്കെ മേഖല ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് മുഴുവൻ പ്രോമിസുകളുണ്ട്. നിങ്ങൾ സൗഖ്യത്തെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൗഖ്യത്തിൻ്റെ സീഡിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പാകുക. നിങ്ങൾക്കൊരു വീടിൻ്റെ മുറ്റത്തൊരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഗാർഡൻ. ആ ഗാർഡനിൽ എന്ത് വളരണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും, ശരിയല്ലേ? നിങ്ങൾ എന്ത് വിത്താണോ അവിടെ പാകുന്നത് അത് അവിടെ മുളച്ചു വരത്തുള്ളൂ. നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ മുളച്ചു വരും. എന്ത് മുളച്ചു വരും? കുറെ കാടും പോച്ചയൊക്കെ മുളച്ചു വരും. ഇതുപോലെ നമ്മുടെ ലൈഫ്, നമ്മൾ നടേണ്ടത് നട്ടില്ലെങ്കിൽ പൊടിക്കാൻ പാടില്ലാത്ത പലതും മുളച്ചു വരും. ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാമോ?
ഇതിന് ശബ്ദം കൊടുക്കുന്നത് നിങ്ങളുടെ നാവാ. ഇതിന് ശബ്ദം കൊടുക്കുന്നത് നിങ്ങളുടെ നാവാ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങളുടെ റൂമിനകത്ത് മുഴങ്ങുന്നത്. ദൈവത്തിന്റെ ശബ്ദം എവിടെ മുഴങ്ങുന്നുവോ അവിടെ ഏഞ്ചലിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അവിടെ ദൂതന്മാർ ഇറങ്ങി വരും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കും. ദൈവത്തിന്റെ ശബ്ദം ദൂതന്മാരെ അട്രാക്ട് ചെയ്യും. ദൂതന്മാരുടെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടിനകത്ത്, നിന്റെ റൂമിനകത്ത് ദൈവ ശബ്ദം മുഴങ്ങട്ടെ. ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് കാതോർത്തിരിക്കും ദൈവത്തിന്റെ ദൂതന്മാർ. നിന്റെ ഇമോഷൻ കണ്ടൊന്നും ദൂതന്മാർ ഇറങ്ങത്തില്ല. നിങ്ങളുടെ ദൂതന്മാർക്ക് വെറുതെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. നിങ്ങളിരുന്ന് കരഞ്ഞാലൊന്നും അത് ഇടപെടത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് വിശന്ന് പോവുക, ഒരു വെയിറ്റർ വന്ന് നിൽക്കുക, എന്നാ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാണ്, അറിയാമോ ഞാൻ 3 ദിവസമായി കഴിച്ചിട്ട്, 4 ദിവസമായി കഴിച്ചിട്ട് വിശന്നിട്ട് വയ്യ. അപ്പോൾ അയാൾ ചോദിക്കും എന്നാ വേണ്ടേ? അപ്പോൾ വീണ്ടും പറയാം, നിങ്ങൾക്കറിയാമോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്താ മെനു ബുക്കിലുള്ളത് അത് പറയണം. അതിന് മാത്രമേ ആ വെയിറ്റർ റെസ്പോണ്ട് ചെയ്യും. ഇതുപോലെ നിങ്ങളുടെ ദൂതന്മാർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സംസാരിക്കണം. ദൈവ വചനത്തോട് മാത്രമേ ദൂതന്മാർ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. വിത്തുണ്ടെങ്കിലേ, ചെറിയൊരു വിത്ത് എടുത്ത് ഞാൻ വെച്ച് പിടിച്ചാൽ അത് കാണാൻ എത്രമാത്രം ഉണ്ടാവും. വെരി സിമ്പിൾ, വളരെ നിസ്സാരമെന്ന് തോന്നും. അതുപോലെയാണ് ദൈവരാജ്യത്തിലെ ചില കാര്യങ്ങൾ. വളരെ ചെറുതായിരിക്കും, കടുകുമണി വളരെ ചെറുത്. യേശു പറഞ്ഞ ഉപമ അങ്ങനെയാണ്. മനുഷ്യർക്ക് നിസ്സാരമെന്ന് തോന്നും. നിന്റെ കരങ്ങളിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇറ്റ്സ് വെരി സിമ്പിൾ പക്ഷെ വെരി പവർഫുൾ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പലർക്കും സംശയം ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ, ഞാൻ കേൾക്കുന്ന ദൈവശബ്ദമാണോ അതോ ഞാൻ തന്നെ ചിന്തിക്കുന്നതാണോ? അങ്ങനെ തോന്നിയിട്ടുള്ള കരം ഉയർത്തിക്ക്. അങ്ങനെ സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ശബ്ദമാണോ ദൈവശബ്ദമാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയാണ്. എബ്രായ ലേഖനം 4:12 പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും അസ്ഥിമജ്ജകളും ഇതിന്റെ വാക്യാണ് സോൾ ആൻഡ് സ്പിരിറ്റ്. നിന്റെ ആത്മാവ് സംസാരിക്കുന്നതും നിന്റെ സോൾ സംസാരിക്കുന്നതും തിരിച്ചറിയാൻ വേണ്ടി, അതിനെ വിവേചിച്ചറിയാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. എത്രമാത്രം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അകത്തോട്ട് എടുക്കുമോ അത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിന്റെ ശബ്ദമാണോ അത് ആത്മാവ് സംസാരിക്കുന്നതാണോ. ദൈവം സംസാരിച്ചപ്പോ പുറത്തു വന്നത് ശ്വാസമാണ്. അതിനെ പറയുന്ന പേര് ന്യൂമ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നാണ്, ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63 പറയുകയാണ്, ഞാൻ സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. ദൈവം സംസാരിച്ചത്, ആ വചനത്തിൽ ദൈവത്തിന്റെ ശ്വാസം അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ ശ്വാസം എപ്പോഴും സൃഷ്ടിപ്പിനെ കൊണ്ടുവരും. There is creative power in the word. ദൈവത്തിന്റെ വചനത്തിനകത്ത് ക്രിയേറ്റീവ് പവർ ഉണ്ട്. നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പീക്ക് ദ വേർഡ്. ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുക. ഹല്ലേലൂയ. ആദിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, പാഴും ശൂന്യമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എത്ര നാൾ പരിവർത്തിച്ചു എന്നറിയത്തില്ല, എഴുതപ്പെട്ടില്ല. വർഷങ്ങൾ, ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കാം. പക്ഷെ until God spoke, ദൈവം സംസാരിക്കുന്നു വരെ അങ്ങനെ തന്നെ തുടർന്നു. പാഴും ശൂന്യമായി തന്നെ ഇരുന്നു. പക്ഷെ when God spoke, ദൈവം സംസാരിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. ആ വേർഡ് പുറത്തു വന്നപ്പോ there is light. അവിടെ വെളിച്ചം ഉണ്ടായി. നിന്റെ ജീവിതത്തിൽ അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ശരിയാ. Until you speak, നീ സംസാരിക്കുന്നത് വരെ നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. You speak, you have to speak the word of God. ദൈവത്തിന്റെ വചനത്തെ നീ സംസാരിക്കണം, വായ് തുറന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിലതൊക്കെ ഉണ്ടായി വരും. മല ചവിട്ടാൻ പറഞ്ഞാൽ എപ്പം കയറി നീട്ടാൽ വേറെ ആ മലയുടെ മുകളിൽ 3 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ അപ്പം പോവും. പക്ഷെ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം ഈസ് വെരി സിമ്പിൾ. ദൈവത്തിന്റെ വചനം നിന്റെ കയ്യിലിരിക്കുകയാണ്. സ്പീക്ക്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. പുരാതന കാലത്ത് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ്. വളരെ പ്രഷ്യസ് ആണ്. ഒന്ന് എഴുന്നേൽക്കണം. നിങ്ങളത് വിലയുള്ള കണ്ടാലേ അത് പറഞ്ഞു തരാൻ പറ്റും. എഴുന്നേറ്റ് എല്ലാവരും. വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും ബൈബിൾ എടുത്ത കാര്യങ്ങൾ എടുത്തോട്ടെ. ഈ തരത്തിൽ നിങ്ങൾ അത് ഫോളോ ചെയ്താൽ വെളിപ്പാടുകളുടെ മേൽ വെളിപ്പാടായിരിക്കും. ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതം പിന്നെ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല.
റെഡിയാണോ കേൾക്കാൻ? ആ രഹസ്യം കേൾക്കാൻ റെഡിയാണോ? 3 സ്റ്റെപ്പുകളാണുള്ളത്, 3 സ്റ്റെപ്സ്. ആദ്യം ബൈബിൾ എടുക്കുക, കരങ്ങളെടുക്കുക, തുറക്കുക. 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ് വായിക്കുക. ഇറ്റ്സ് എ വെരി സീക്രട്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു രഹസ്യമാണ്. ബൈബിൾ എടുക്കുക, തുറക്കുക, വായിക്കുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, ഇന്ന് ലോകം അങ്ങനെയാണ്. എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ വന്നില്ല, എന്തോ പറയാൻ പോലും, എന്തോ രഹസ്യമാണ്, എന്നാ പിടിക്കാം. കിട്ടിയില്ലേ? ഇരുന്നാട്ടെ. നിങ്ങളാരെയും കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഇതാണ് മനുഷ്യന്റെ ഒരു ചിന്താഗതി. സംതിങ് സ്പെക്ടാക്കുലർ, വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ദൂതൻ റൂമിൽ വരാൻ കാത്തിരിക്കുക പലരും. എപ്പോഴാണ് യേശു വന്നതിന്റെ റൂമിൽ നിൽക്കുന്നത്? എപ്പോഴാണ് ഒരു ദൂതൻ വരുന്നത്? പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ജയാളിയാകുവാൻ, നീ തൊടുനോക്കുകയും സാധിക്കാൻ, നിനക്ക് നന്മ വരാൻ, മെഡിറ്റേറ്റ് ദ വേർഡ്, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക. അത് പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല, തുറക്കത്ത് പോലുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു ശീലമാക്കുക. നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവനാണ്. നിങ്ങൾക്ക് വായിക്കാൻ ഒരു ഇഷ്ടവും ഇല്ലെന്ന് ചോദിച്ചോ, ഒരു താല്പര്യം തോന്നുന്നില്ലെങ്കിൽ പറഞ്ഞോ, വെറുതെ പറഞ്ഞോ. നിന്റെ വായ് നീ എന്ത് പറയുന്നോ അത് നിന്റെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. നീ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവനാണ്. ഐ ആം എ ലവർ ഓഫ് ദ വേർഡ്. ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവനാണ്. എനിക്ക് ഭയങ്കര ദാഹമാണ്, ഭയങ്കര വിശപ്പാണ്. ദൈവത്തിന്റെ വചനത്തോടുള്ള വലിയ അടങ്ങാത്ത ദാഹം എനിക്കുണ്ട്. പറഞ്ഞു നോക്കിയേ, നീ പോലും അറിയാതെ ആ വിശപ്പും ദാഹവും ക്രിയേറ്റ് ചെയ്യപ്പെടും. നീ പോലും അറിയാതെ ആ സ്നേഹം നിനക്കുണ്ടാകും. ആ വചനത്തോടുള്ള ആഗ്രഹം ഉണ്ടായി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ പറയുകയാണ്, ജീവന്റെയും മരണത്തിന്റെ അധികാരം നാവിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. എന്ന് വെച്ചാൽ യു ക്യാൻ ചൂസ്. നിനക്ക് തീരുമാനിക്കാം. അതിനെ ഇഷ്ടപ്പെട്ടാലേ അത് നിനക്ക് അനുഗ്രഹമായി മാറത്തുള്ളൂ. നിനക്കത് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സദൃശവാക്യം പറയുകയാണ്, മകനെ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഇൻക്ലൈൻ യുവർ ഇയേഴ്സ്. എന്തിനാ ചെവി കൊടുക്കുമേ? ഒരു ഭയങ്കര കൂട്ടം നിൽക്കുമ്പോൾ എല്ലാവരും ആടി തിമിർത്ത് ബഹളം വെക്കുമ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്ന മഞ്ജുസിനോട് പറയുകയാണ്, മഞ്ജുസിന്റെ ഒരു കാര്യം പറയാം. മഞ്ജുസ് പറയും, ചെവി ഇങ്ങനെ കൊണ്ടുവരും അല്ലേ? കാര്യം എന്നാ? 100,000 ശബ്ദമുള്ളപ്പോൾ ഈ ശബ്ദം കേൾക്കണമെങ്കിൽ മനഃപൂർവ്വമായ ഒരു ശ്രമം എടുക്കണം, ഒരു എഫേർട്ട് എടുക്കണം. അതാണ് ഇൻക്ലൈൻ യുവർ ഇയർ. ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ശബ്ദങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് നീ തന്നെ ഒരു ശ്രമം നടത്തണം. മനഃപൂർവ്വമായിട്ടൊരു തീരുമാനം എടുക്കണം. കേൾക്കണം. ഐ ഹാവ് ടു ഹിയർ. ആ തീരുമാനത്തിലാണ് നിനക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ഇൻക്ലൈൻ യുവർ ഇയർ. നിന്റെ ചെവിയെ അവന്റെ ശബ്ദമായി ചായ്ക്കാം. ഹല്ലേലൂയ. ചെവിയെ പിടിച്ചിട്ട് പറ, ചെവിയെ ദൈവ ശബ്ദം കേൾക്കാം. പറ, ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 26-ാം വാക്യം. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വരുന്നത് പോലെ ആകുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ദൈവരാജ്യം എങ്ങനെ ഓപ്പറേറ്റ് നോക്കണേ? ദൈവരാജ്യം എങ്ങനെ ഫങ്ഷൻ ചെയ്ത് നോക്കിയേ. ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും. അതായത് ഒരു മനുഷ്യൻ വിത്ത് വിതച്ചതിന് ശേഷം ഉറങ്ങുന്നു, ഉണരുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. അവന് പിന്നെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അവൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, വിത്ത് വിതച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിത്ത് വിതച്ചിട്ട് പിന്നെ എന്ത് സംഭവിക്കുമെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിയത്തില്ല. അവൻ വിത്ത് മാത്രമേ വിതച്ചുള്ളൂ. പിന്നെ അവൻ ചെയ്യുന്ന സ്വാഭാവിക കാര്യങ്ങളാണ്. ഉറങ്ങുന്നു, ഉണരുന്നു, ഉണരുന്നു, ഉറങ്ങുന്നു. വേറെ ഒന്നും അവൻ എഫേർട്ട് എടുക്കുന്നില്ല. അടുത്ത് വായിക്കുകയാണ്, ഭൂമി സ്വയമായി. ഭൂമി സ്വയമായി. അതിന്റെ ഗ്രീക്ക് വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അറ്റമറ്റോസ്. അതാണ് നമ്മുടെ ആട്ടോമാറ്റിക് എന്ന വാക്കിന്റെ മൂലഭാഷ. അതായത് സ്വയമായി, ഓട്ടോമാറ്റിക്കലി ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. There is a process. There is step by step process. അതായത് വിത്ത് വിതച്ചു, അടുത്തെന്ത് വന്നു? ഞാറ് വന്നു, പിന്നെയോ കതിര് വന്നു, പിന്നെ കതിരിൽ മണി വന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ എന്നാ ചെയ്തേ? വിത്ത് വിതച്ചു, പിന്നെ പോയി ഉറങ്ങി. പിന്നെ അവൻ അവൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവൻ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ഭൂമി അതിൻ്റെ വിളവ് കൊടുക്കുമ്പോൾ, സമയമാകുമ്പോൾ അവൻ കൊയ്ത്തിനായി പുറപ്പെടുകയാണ്.
ഇതുപോലെ ആകുന്നു ദൈവരാജ്യവും. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലെ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഒരു മനുഷ്യന് അവന്റെ ലൈഫിൽ കൊയ്ത്ത് ആവശ്യമാണെങ്കിൽ അവൻ എന്നാ ചെയ്യണം? വിത്ത് വിതയ്ക്കണം. അടുത്ത നാൾ കരം കൊടുത്ത് പറ, വിത്ത് വിതയ്ക്കണം, വിത്ത് വിതയ്ക്കണം. പിന്നെ നീ ഉറങ്ങിക്കോ, ഉണരുക, ഉറങ്ങിക്കോ. ഓട്ടോമാറ്റിക്കലി നിന്റെ സൗഖ്യം വരും, ഓട്ടോമാറ്റിക്കലി നിന്റെ സമൃദ്ധി വരും. കാരണം ഇറ്റ്സ് എ പ്രോസസ്. ഒറ്റ ദിവസം കൊണ്ടല്ല, അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ചില നാമ്പുകൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് നിന്റെ എഫർട്ട് അതിനകത്തില്ല. ഭൂമി സ്വയമായി ചെയ്യുന്ന പോലെ ദൈവരാജ്യത്തിനകത്തും നീ വിതച്ചാൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ആ വിത മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തെ നിന്റെ ജീവിതമാകുന്ന ആ പാടത്തിലേക്ക് നീ വിതച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി there is a harvest. ഒരു കൊയ്ത്ത് ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ നീ കാണുന്ന ചില നാമ്പുകൾ മാത്രമായിരിക്കും, പക്ഷേ വരും ദിവസങ്ങളിൽ നിന്നെ കൊയ്തെടുക്കുവാനായിട്ടുണ്ടാകും. പക്ഷേ വിതയ്ക്കാതെ ഉറങ്ങുകയും ഉണരുകയും ചെയ്താൽ, കൊയ്ത്തിനു വേണ്ടി കത്തിയും കൊണ്ടുപോയി അവിടെ കണ്ടില്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയരുത്. ഇറ്റ്സ് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ. ദൈവരാജ്യത്തിലൊരു പ്രിൻസിപ്പിളാണ്, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും അവസാനിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് നീ വിതച്ചിട്ടുണ്ടോ? നിന്റെ നാവിലൂടെ ദൈവത്തിന്റെ വചനം നീ സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ദൈവത്തിന്റെ വചനം പറയുകയാണ്, യെശയ്യാ പ്രവചനം 55:11 പറയുകയാണ്, എൻ്റെ വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് പോയ കാര്യം നിവർത്തിക്കാതെ തിരികെ മടങ്ങത്തില്ല. ഹല്ലേലൂയ. There is a season. ഒരു സീസൺ ഉണ്ട്, കൊയ്യാൻ ഒരു സീസൺ ഉണ്ട്, വിതയ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. നീ നിന്റെ ജീവിതത്തിൽ ആ സീസണിൽ വിതച്ചിട്ടുണ്ടോ? ഉറപ്പായും കൊയ്യേണ്ട സീസണിൽ കൊയ്തിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, നമ്മളൊന്നും വിതയ്ക്കത്തില്ല, പക്ഷെ നമ്മൾ ഉറങ്ങും ഉണരും. എന്നിട്ട് രാവിലെ നോക്കിയിട്ട് പറയും, എൻ്റെ പാടത്തിൽ മാത്രം ഒരു കൊയ്ത്തും കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയത്നവുമില്ലാത്ത വിജയത്തെ കാണണമെങ്കിൽ ദൈവം നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്തൊക്കെയും സാധിക്കും. നിന്റെ എഫേർട്ട് എത്രമാത്രം നീ ചെയ്താലും, പൗലോസ് പറയാണ്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടുന്ന ഈ വചനത്തെ നിങ്ങൾ വാട്ടർ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം? നനയ്ക്കണം. എങ്ങനെ നനയ്ക്കുന്നേ? മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് വാട്ടറിങ്. അത് നിങ്ങൾ നനയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ അത് ദൈവം വളരുമാറാക്കും. വിതയ്ക്കുന്നവനൊന്നും ഏതുമില്ല, വെള്ളം ഒഴിക്കുന്നവന് ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമാണ്. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നിന്റെ അകത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രൂട്ട് ഉണ്ടാകും. ഹല്ലേലൂയ. പ്ലാന്റ് ദ സീഡ്. വചനത്തെ പ്ലാൻ ചെയ്യുക. എന്നാൽ പലപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷെ പലരുടെ അകത്ത് ദൈവത്തിന് വചനമില്ല. വചനമില്ലെങ്കിൽ നീ കാറ്റടിച്ച് ആടി ഉലയുന്ന വൃക്ഷം പോലെയാണ്. വേരുണ്ടാവത്തില്ല, വീണു പോകും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ. പക്ഷേ ഇഫ് യു ആർ റൂട്ടഡ് ഇൻ ദ വേർഡ്, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ആഴമേറിയ വേരിറക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നു സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വചനത്തിനൊരു പ്രോമിനൻസ് ഉണ്ടാവട്ടെ, ഒരു വലിയ ആഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു ഈ സഭ ദൈവ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സഭയായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലായിടത്തും വിതച്ചത് സെയിം സീഡാണ്, ഒരേ വിത്താണ്, പക്ഷെ ഫ്രൂട്ട് ഒരുപോലെ ആയിരുന്നില്ല. നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരിൽ ഞാനിന്ന് സംസാരിച്ച ഈ വചനം ഫലം കൊടുക്കുന്ന പലതരത്തിലായിരിക്കും. ചില ആളുകളിൽ അത് ഭയങ്കരമായിട്ട് ഫലം കൊടുക്കും, ചിലതാണെങ്കിലോ ശത്രുവിന് ആഹാരമായിട്ട് കൊടുത്തിട്ട് പോകും, വീട്ടിൽ പോകും. ഒരു വിത്ത് വളരെ ചെറുതായിരിക്കും, അതൊരു സ്ഥലത്ത് ഗ്രൗണ്ട് കിട്ടാൻ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. കാണുന്നവർ പറയും ഒന്നുമില്ല. പക്ഷേ ദൈവരാജ്യം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നീ അത് വിതച്ചിട്ടങ്ങ് പോവും, പക്ഷേ അത് അവിടെ നിന്ന് ഫലം പുറപ്പെടുവിക്കും. നീയും നിന്റെ എഫർട്ട് അല്ല, ദൈവം അതിനെ ഫലം പുറപ്പെടുവിക്കുക. സോ നിങ്ങളുടെ ജീവിതത്തിൽ വിത്ത് വിതയ്ക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, വാട്ടർ ചെയ്യുക. വെള്ളം ഒഴിക്കുന്ന പോലെയാണ് മെഡിറ്റേഷൻ. വർധനവ് തന്നെ വരും. ആമേൻ. സദൃശവാക്യങ്ങൾ 4:22 പറയുകയാണ്. ഒന്നെടുത്തേ, സദൃശവാക്യങ്ങൾ 4:22 അവയെ കിട്ടുന്നവർക്ക്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാം, അവയെ കിട്ടുന്നവർക്ക് ജീവനും അവരുടെ സർവ്വദേഹത്തിനും
സൗഖ്യമാകുന്നു. അവിടെ ഇതിങ്ങനെയാണ്, they are life to those who find them. അവയെ കണ്ടെത്തുന്നവർക്ക് അവ ജീവനാകുന്നു. അതായത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മളിങ്ങനെ കണ്ടെത്തണം, നമ്മൾ അന്വേഷിക്കണം, അതിനകത്ത് ജീവനുണ്ട്. ആൻഡ് ഹെൽത്ത് ടു ഓൾ ദിയർ ഫ്ലഷ്. അവിടെ ഹെൽത്ത് എന്ന വാക്കിന് ഹീബ്രു വേർഡിൽ മാർപ്പേ എന്ന വാക്കാണ്. മാർപ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ, അതായത് അവരുടെ ശരീരത്തിന് മരുന്നാകുന്നു. ഇറ്റ്സ് എ മെഡിസിൻ. ദൈവത്തിൻ്റെ വചനം ഒരു മെഡിസിനാണ്, എല്ലാ രോഗത്തിനുമുള്ള ഒരു മെഡിസിനാണ്. നിങ്ങളുടെ എല്ലുകൾക്ക് സ്ട്രെങ്തും നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ജീവനും പ്രതിഫലിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. 2 തിമോത്തിയോസ് 3:16 പറയുകയാണ്, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. ദ പാഷൻ ട്രാൻസ്ലേഷൻ പറയുന്നതാണ്, God has transmitted his very essence into the word. ശ്രദ്ധിച്ചുകൾക്ക് ഇതുപോലെ പവർഫുൾ മറ്റൊന്നില്ല. ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ മുഴുവൻ എസൻസിനെയും തന്നെ എന്തിലേക്ക് വെച്ചു? വേർഡിലേക്ക് വെച്ചു. നിങ്ങൾ വായിക്കുന്ന തിരുവെഴുത്തില്ലേ, ഇതിനകത്ത് ദൈവത്തിൻ്റെ എസൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ദൈവം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അവിടെ പറയുകയാണ്, God has transmitted his very essence into the word. ഈ തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ കയ്യാൽ എഴുതപ്പെട്ടതല്ല, അവൻ്റെ വായാൽ സംസാരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമായത്? എല്ലാ തിരുവെഴുത്തുകളും അവൻ്റെ വായിലൂടെ വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം പുറത്തു വരുന്ന പോലെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യൂമ, ദൈവത്തിൻ്റെ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ശ്വാസം അത് പുറത്തു വന്നിരിക്കുന്നു. പ്രവാചകന്മാർ അത് കേട്ട് എഴുതി വച്ചു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ദൈവം സംസാരിക്കുമ്പോൾ അവരുടെ ശ്വാസത്തെ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 പറയുന്നത്, ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് സംസാരം ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ വാക്കുകളെ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഈ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് സൃഷ്ടിപ്പിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. മനുഷ്യനുണ്ടായ ശേഷമാണല്ലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്. കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇങ്ങനെ, മനുഷ്യനുണ്ടായ ശേഷമല്ലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്, പരസ്പര സംസാരം ഉണ്ടായത്. പക്ഷേ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും ഈ സംസാരത്തെ ഉപയോഗിച്ചിരുന്നത് സൃഷ്ടിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. When God spoke, ദൈവം സംസാരിച്ചപ്പോൾ സൃഷ്ടിപ്പ് നടന്നു. We are created in the same likeness of God. ദൈവത്തിന്റെ ഇമേജിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം തൻ്റെ വചനം കൊണ്ടാണ് സകലത്തിനെയും വാണതെങ്കിൽ നാമും അവൻ്റെ വചനം കൊണ്ടാണ് സകലത്തിനെയും വാഴുന്നത്. അവൻ എങ്ങനെ സകലത്തിനെ സൃഷ്ടിച്ചുവോ അങ്ങനെയാണ് നാമും സകലത്തിനെയും സൃഷ്ടിക്കേണ്ടത്. അവനെ പോലെ, അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ മക്കളെ സൃഷ്ടിച്ചത്. അപ്പൻ എങ്ങനെയോ അങ്ങനെ മക്കൾ. അപ്പൻ സംസാരിച്ച് വാഴുന്നവനാണെങ്കിൽ മക്കളും അപ്പൻ പറയുന്നതിനെ സംസാരിച്ച് ഈ ഭൂമിയിൽ വാഴുന്നവരായിരിക്കും. ഹല്ലേലൂയ. ബ്രാൻഡ് ന്യൂ കിഡ്നി വേണോ? സ്പീക്ക് ദ വേർഡ്. ദൈവത്തിന്റെ വചനം സംസാരിക്കുക, ക്രിയേറ്റ് ചെയ്യപ്പെടും. ശസ്ത്രക്രിയയുടെ റിമൂവ് ചെയ്ത് ഓവറി തിരിച്ചു വരണമോ? യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. സംസാരിക്കുക, ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ഇറ്റ് ഷാൽ ക്രിയേറ്റഡ്. അത് ഉണ്ടായി വരും. വെറുതെ ഗൂസ്ബം ഉണ്ടാക്കാൻ പറയുവല്ല, ദൈവത്തിന്റെ വചനമാണ്, അത് ഉണ്ടായിരിക്കും. ഇതിനെ മുഴുവൻ പടച്ചവൻ നിന്നിലൂടെ സംസാരിക്കുമ്പോൾ സൃഷ്ടിപ്പ് വീണ്ടും. ഐ റിപ്പീറ്റ്, ഇന്നാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സംസാരം ഉപയോഗിക്കുന്നത്, വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ ആദിയിൽ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നും അതിൻ്റെ ശക്തി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജീവന്റെയും മരണത്തിന്റെ അധികാരം നിന്റെ നാവിലിരിക്കുന്നു. നീ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ ജീവൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മരണം ഉണ്ടാകുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു സൃഷ്ടിപ്പ് ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്നില്ല. ഒന്നുകിൽ നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് സ്നേഹത്തെ ഉണ്ടാക്കും, അല്ലെങ്കിൽ വെറുപ്പിനെ ഉണ്ടാക്കും. ഒന്നുകിൽ നിന്റെ വായിൽ നിന്ന് വരുന്നത് ജീവൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ മരണത്തെ ഉണ്ടാക്കും. ഹല്ലേലൂയ. ഒന്നുകിൽ ചിലതിനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലതിനെ നശിപ്പിക്കും. ദാറ്റ് ഫോർ ഷുവർ. സോ നിങ്ങളുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ വാഴാൻ കഴിയുന്നത്? ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയെ വാഴുന്നത്? എബ്രായ ലേഖനം 11:3 പറഞ്ഞു, ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ വചനത്താലാണ്.
ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതൊരു വിത്ത് പോലെ കടന്നു പോകും. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ അത് ഇരുവായത്തിലുള്ള വാള് പോലെ പുറത്തേക്ക് വരും. അകത്തേക്ക് പോകുന്ന വിത്ത് പോലെയാണ്, പക്ഷെ പുറത്തേക്ക് വരുന്നത് അത് വാള് പോലെ തിരിച്ച് പുറത്തേക്ക് വരുത്തുകയാണ്. There is a creative power in the word of God. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സൃഷ്ടിപ്പിൻ്റെ ശക്തിയുണ്ട്. എന്ത് നിനക്ക് സൃഷ്ടിക്കണോ അത് ദൈവത്തിൻ്റെ വചനത്താൽ കഴിയും. Find it in the words. ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കുണ്ട്. യേശു കർത്താവ് സിനഗോഗിൽ പോയിട്ട് അവിടെ വചനം പറയുകയാണ്, അവൻ തിരുവെഴുത്തുകൾ തുറന്നിട്ട് യെശയ്യാ പ്രവചന പുസ്തകത്തിലേക്ക് പോയി. എന്ന് വെച്ചാൽ യേശു അവിടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ചുമ്മാ വായിച്ചതല്ല, അവൻ സെർച്ച് ചെയ്ത് ഒരു വചനം എടുത്ത് വായിച്ചു. ചിലരൊക്കെ ഉണ്ട് രാവിലെ എടുത്തിട്ട് ദൈവമേ എന്നോട് സംസാരിക്കണേ. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ചിലപ്പോഴൊക്കെ ദൈവം അങ്ങനെ അനുവദിക്കുമായിരിക്കും. പക്ഷേ ഇത് അതിനു വേണ്ടി വെച്ചിട്ടുള്ളതല്ല. യു ഹാവ് ടു സീക്ക് ഇറ്റ്. അന്വേഷിക്കണം, നീ കണ്ടെത്തും, നോക്കണം. പണ്ട് സാർ അതൊരു സ്റ്റോറി എപ്പോഴും പറയും. ഒരു മനുഷ്യൻ പോയി ദൈവമേനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് തുറന്നപ്പോൾ യൂദ കെട്ടിത്തൂങ്ങി ചത്തു. അയ്യോ ക്യാൻസൽ, മാറ്റി ദൈവമേ ഒന്നുകൂടി എന്നോട് സംസാരിക്കണേ. അപ്പോൾ വേറെ സ്ഥലത്ത് ഓപ്പൺ ചെയ്തപ്പോൾ നീയും അങ്ങനെ തന്നെ ചെയ്യുക. ഇതുപോലല്ല ദൈവത്തിൻ്റെ വചനം. തമാശക്കാണെങ്കിലും പലരും ഇങ്ങനെയാണ് വായിക്കാറ്. ബൈബിൾ എങ്ങനെ വായിച്ചാലും ഇറ്റ്സ് വെരി പവർഫുൾ, ഓക്കെ. പക്ഷെ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാനുള്ള മാജിക് ബുക്ക് അല്ല ഇത്. നീ ശ്രദ്ധയോടെ അതിലിരുന്ന് ശ്രദ്ധിച്ചാൽ, വചനം വായിച്ചാൽ, ചില വചനങ്ങൾക്ക് എഴുന്നേറ്റ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഇഫ് യു സ്പെൻഡ് ടൈം, സമയം ചെലവഴിച്ചാൽ അത് നിന്നോട് ഇടപെടും. ഹല്ലേലൂയ, താങ്ക് യു ഫാദർ. ഒരു വിത്തായിട്ടിരിക്കുമ്പോൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് തോന്നും, ഒരു പ്രാധാന്യമില്ലാതെ തോന്നും. പക്ഷേ ഇറ്റ്സ് വെരി പവർഫുൾ. ജോഷുവയോട് ദൈവം പറഞ്ഞു, കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമായി നിൽക്കുന്ന ജോഷുവയോട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുകയാണ്. ദൈവം പറഞ്ഞു, യോശുവേ, നീ എൻ്റെ ഈ ന്യായപ്രമാണ പുസ്തകത്തെ രാപ്പകൽ നീ ധ്യാനിക്കണം. ജോഷുവ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 5 പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. വായിച്ചു he became a man of word. അവൻ ദൈവ വചനത്തിൻ്റെ ഒരു മനുഷ്യനായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ മനുഷ്യൻ ക്രിയേഷനെ നോക്കിയിട്ട് പറഞ്ഞു, സൂര്യ അവിടെ നില്ല്, ചന്ദ്ര അവിടെ നിൽക്ക്. സൃഷ്ടി പോലും അനുസരിക്കാൻ തുടങ്ങി, അനങ്ങിയില്ല. കാരണം he became a man of word. ദൈവത്തിന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ you have authority over every creation. സകല സൃഷ്ടികളുടെ മേലും നിനക്ക് അധികാരം വരും. കാരണം ദൈവം തന്നെക്കാൾ മാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. സകലത്തിന് മേലെ അവൻ തന്റെ വചനത്തെ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. If we value the word, ഈ വചനത്തെ നമ്മൾ വാല്യൂ കൊടുത്താൽ it will change your life. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മറ്റെന്തിനേക്കാളും അഭിഷേകം വേണം, പ്രാർത്ഥന വേണം, ശരിയാ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മനോഹരമാണ്. പക്ഷേ until there is a spoken word, ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നവരെ ആത്മാവ് വെയിറ്റ് ചെയ്യും. When you speak the word, there will be manifestation, there will be creation. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. പലരും എംപ്റ്റി ആണ്, പലരുടെ അകത്ത് വചനമില്ല. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അതിന്റെ പാഷൻ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമാണ്. The word of God is like a two-mouthed sword. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ്? ഇരുവായുത്തലുള്ള വാളെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷൻ അവിടെ ഇരിക്കുന്നതാണ്, ഇറ്റ്സ് ലൈക്ക് എ two-mouthed sword. 2 വായുള്ള വാള് പോലെയാണ്. അതായത് ദൈവത്തിന്റെ വചനത്തിന് 2 വാ. ശ്രദ്ധിച്ചു കേൾക്കണേ, 2 വായുള്ള വാ. അതായത് ദൈവം സംസാരിച്ചപ്പോൾ പ്രവാചകന്മാർ അത് എഴുതി. അതിന് ക്രിയേറ്റീവ് പവറുണ്ട്, ക്രിയേറ്റീവായ സൃഷ്ടിപ്പിൻ്റെ ശക്തിയുണ്ട്. പക്ഷേ ആ വചനം എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനറിയാവോ? ഇത് 2 വായ്ക്ക് ഉള്ളതാണ് ഈ വചനം. ഒന്ന് ദൈവം സംസാരിച്ചത്, മറ്റൊന്ന് നിങ്ങളുടെ നാവാണ്. നിങ്ങൾ അത് പറയാനായിട്ടത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ദൈവത്തിന്റെ വചനത്തെ ദൈവം സംസാരിച്ചതിനെ നിങ്ങൾ എപ്പോൾ സംസാരിക്കുമോ, എപ്പോൾ നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുമോ, there is power. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം
ഒരു വാ കൊണ്ട് പറയാനുള്ള മാത്രമല്ല, 2 വാ വേണം. എഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്രാ, ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികൾ ജീവിക്കുമോ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിനക്കങ്ങ് ജീവിപ്പിച്ചാൽ പോരെ, നിനക്കങ്ങ് പ്രവചിച്ചാൽ പോരെ? പ്രിയരെ, നിന്റെ വായിലൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യത്തില്ല. നീയുമായി പാർട്ണറിയാതെ ഈ ഭൂമിയിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യത്തില്ല. വചനം പറയുന്നതിനെയാണ്, ദൈവം സ്വർഗം യഹോവയുടെ സ്വർഗവും ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കൊടുത്തിരിക്കുന്നു വെച്ചാൽ കൊടുത്തിരിക്കുക. വിറ്റതാ, കൊടുത്തതാ. നിന്റെ പെർമിഷൻ ഇല്ലാതെ അവനൊന്നും ചെയ്യത്തില്ല. നീ പാർട്ണർ ചെയ്യാതെ ഈ ഭൂമിയിൽ അവനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എഹെസ്കേലിനോട് പറയാണ്, എഹെസ്കേലേ, ഞാൻ പറയണത് നീ കേട്ടിട്ട് നീ പറയണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് പോലെ നീ പറയണം. നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. പ്രവചിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരും. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അത് എഴുതിയിട്ടുണ്ട്. നീ അതിനെ പറയണം. ഇറ്റ്സ് ഡബിൾ മൗത്ത് സോഡ്. 2 വായുള്ള വാളാണ്. 2ാമത്തെ വാ നിന്റേതാവട്ടെ. നിന്റെ വായിലൂടെ അത് പുറത്തു വരുമ്പോൾ അത് പെർഫോം ചെയ്യും. അത് പല ഉണങ്ങിയ അസ്ഥികളെയും ജീവിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി പവർഫുൾ. ദൈവത്തിന്റെ വചനത്തിന് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു ശബ്ദവുമില്ല. ഇതിന് ശബ്ദം കൊടുക്കേണ്ടത് നീയാണ്. ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കേണ്ടത് ഞാൻ നിങ്ങളുമാണ്. യെരമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുകയാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. I shall watch over my word to perform it. എന്റെ വചനം നിവർത്തീകരിക്കാൻ ഞാൻ നോക്കിക്കോളാം. നീ just speak. നീ സംസാരിക്ക്. ഞാൻ 10 ക്രിയൻ അല്ലേ, ഹിന്ദി എങ്കിൽ തമിഴ് അങ്ങനെ പറയല്ലേ, ഞാൻ 10 ക്രിയനാ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്താണ് അത് തന്നെ. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നത് മാത്രം നിന്റെ ജോലിയുള്ളൂ. നീ വിതയ്ക്കുകയാണ്, വളരുമാറാക്കുന്നത് കർത്താവാണ്. അതിന് ജീവൻ കൊടുക്കുന്നത് അവനാണ്. വിത്തിന് ജീവൻ കൊടുക്കുന്നത്, അതിനകത്തുള്ളത് പുറത്തു കൊണ്ടിരുന്നത് കർത്താവാണ്. വിത്ത് വിതയ്ക്കുക. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അതിന്റെ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ്? യു വിൽ ഡിക്ലെയർ എ തിങ്. മലയാളത്തിൽ നീ ഒരു കാര്യം നിരൂപിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. യു വിൽ ഡിക്ലെയർ എ തിങ്. നീ ഒരു കാര്യം സംസാരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എസ്റ്റാബ്ലിഷ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നീ സംസാരിക്കും, ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി അതിനെ ചെയ്തു തരും. നിങ്ങൾ സംസാരിക്കുവാൻ തയ്യാറായാൽ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 51-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. I have put my word in your mouth. ഞാൻ എൻ്റെ വചനത്തെ നിന്റെ വായ്ക്കകത്ത് തന്നിരിക്കുന്നു. എന്തിനാ വാക്യം തന്നിരിക്കുന്നത്? നിന്റെ വായിൽ എന്തിനാ തന്നിരിക്കുന്നത്? ഹൃദയം തന്നാ പോരെ, നിന്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. Covered you with the shadow of my hand. എൻ്റെ കരത്തിൻ്റെ നിഴലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ സീക്രട്ട്. ശ്രദ്ധിച്ചേ, നിന്റെ നാവിൽ ദൈവത്തിൻ്റെ വചനം, നിന്റെ മേൽ അവൻ്റെ നിഴൽ. മറിയയുടെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിട്ടതുപോലെ നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിപ്പോ? നാവിൽ വേർഡ്, വചനം, മേലെ പരിശുദ്ധാത്മാവ്. എനിത്തിങ് ഈസ് പോസിബിൾ. എന്തും സാധ്യമാണ്. ആ ശൂന്യമായ ഭൂമിയുടെ മേലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും അത് പരിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? നിന്റെ നാവിലുള്ള വചനം പുറത്തു വരാൻ അവൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിൽ ഐ ആം സോ ത്രിൽഡ്. എനിക്ക് പരിശുദ്ധാത്മാവ് ഇത് തുറന്നപ്പോൾ, ഈ വചനം എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇതിനെ സ്വീകരിക്കുന്നവൻ ഈ വർഷത്തിൽ 2025 സമൃദ്ധിയായ ചില കാര്യങ്ങളെ കാണും. ഒരു സംശയവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തെ പോലെ പവർഫുൾ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. ഇഫ് യു സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനവുമായി നീ സമയം സ്പെൻഡ് ചെയ്താൽ നീ വേറെ ലെവലാവും. മറ്റെന്തിനേക്കാളും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിന്റെ നാവിൽ ദൈവം തന്നിരിക്കുന്നത് എന്താണ്? ഒന്ന് മിണ്ടിക്കേ. നിങ്ങളുടെ നാവിൽ വചനം, നിന്റെ മേൽ പരിശുദ്ധാത്മാവ്.
വേർഡ് പ്ലസ് സ്പിരിറ്റ്, ക്രിയേഷൻ. പരിശുദ്ധാത്മാവ് അന്ന് പാഴ്ശൂന്യമായ ആ ഭൂമിയുടെ മേലെ ഇങ്ങനെ വാണതുപോലെ ഇന്ന് എൻ്റെ മേലെ പരിശുദ്ധം വാഴുകയാണ്. എൻ്റെ നാവിൽ വചനവുമുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? പരിശുദ്ധമ വെയിറ്റ് ചെയ്യുന്നത് നിന്റെ നാവിലൂടെ ആ വചനം പുറത്തു വരാനാണ്. എത്ര പേർക്ക് നിന്റെ വചനം, ഈ മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുവോ? വചനത്തിന് ഞാനൊരു സ്ഥാനം കൊടുക്കും. എല്ലാവർക്കും കൊയ്ത്ത് ഭയങ്കര ഇഷ്ടമാണ്, കൊയ്യ ഓടാൻ ഇഷ്ടമാണ്, കത്തിയെടുക്കാൻ ഇഷ്ടമാണ്, കൊയ്ത്ത് കാണാൻ ആഗ്രഹമാണ്. പക്ഷെ വിത്തിടാൻ ഭയങ്കര മടിയാ. വിതയ്ക്കാതെ കാണാൻ പറ്റത്തില്ല പ്രിയരെ. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിളാണ്, വളരെ എഫേർട്ട്ലെസ് ആണ്, പക്ഷേ ഇറ്റ്സ് വെരി പവർഫുൾ. കർത്താവ് ഒരു ആഗ്രഹം തരണം. ചിലർക്കുണ്ട് ഈ ബൈബിൾ തുറക്കാൻ വരുന്നത് പറയും, വേറെ തുറന്നു വയ്ക്കണം അറിയത്തില്ല, ഭയങ്കര ഉറക്കം വരും. നല്ലതാ, ഉറക്കമില്ലാത്തവർക്ക് നല്ലതാ, തുറക്കുമ്പോൾ ഉറക്കം വരും. പക്ഷേ അതിനത്രമാത്രം ശക്തികളുണ്ട്. സാത്താൻ നിങ്ങൾ അത് മാത്രം നിങ്ങൾ ചെയ്യുന്ന അവോയ്ഡ് ചെയ്യും. സോ വചനം വായിക്കണം, ഉറക്ക വായിക്കണം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ അവിടെ ഇറങ്ങി വരും. കാരണം അവർ കേൾക്കുന്ന നിന്റെ വാക്കല്ല, ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദത്തിനായിട്ട് അവന്റെ ദൂതന്മാർ, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരെ യഹോവയെ സ്തുതിപ്പൻ. അവന്റെ ആജ്ഞ, അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ദൈവത്തിന്റെ വാക്കിനാണ് ദൂതന്മാർ റെസ്പോണ്ട്. ആ വാക്ക് കിട്ടുന്നെങ്കിൽ പറയണേ. ആ ദൈവത്തിന്റെ വചനത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് ദൂതന്മാരാണ്. അപ്പോൾ ദൂതന്മാർ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മുടെ കരച്ചിലിനോ കണ്ണുനീരിനോ ഒന്നുമല്ല, അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ശബ്ദത്തോടാണ്. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങൾ എക്കോ ചെയ്യുമ്പോൾ, നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തുവിടുന്നത് ദൈവത്തിന്റെ ശബ്ദതയാണ്. സോ ദൈവത്തിന്റെ ശബ്ദത്തിനോട് ദൂതന്മാർ റെസ്പോണ്ട് ചെയ്യും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വേറെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കറുത്ത നിഴലിനെ കണ്ടു. പലരും ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലരും ഡീമൺസിനെയാണ് ഒത്തിരി കാണുന്നത്. നിന്റെ ജീവിതത്തിൽ, നിന്റെ വീട്ടിനകത്ത് ദൈവശബ്ദം മുഴങ്ങട്ടെ. തീർച്ചയായും സ്വർഗീയ ദൂതന്മാരുടെ എൻകൗണ്ടർ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കിന് അവർ ചില ആജ്ഞ അനുസരിക്കാൻ തുടങ്ങും. കാരണം നീ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെയാണ്. ദൈവത്തിന്റെ വചനത്തെ നിന്റെ നാവിൽ റിലീസ് ചെയ്യുമ്പോൾ ഏഞ്ചലിക് ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടാകും. സൗഖ്യങ്ങൾ നടക്കും. അവന്റെ വചനം അയച്ച് അവൻ സൗഖ്യമാക്കും. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവ വചനത്തിനൊരു പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുവരെ കണ്ടില്ലാത്ത അത്ഭുതങ്ങളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത്യന്തികമായ ഒരു കൊതി, ഒരു ആഗ്രഹം ദൈവവചനത്തോട് ഉണ്ടാകട്ടെ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആണ്. സാധാരണ അങ്ങനെയാണ്. ആശുപത്രിയിൽ ആരെയും കാണാൻ പോയാൽ നമ്മൾ ചോദിക്കും, നീ കഴിച്ചോ? അപ്പോൾ അവർ പറയും വിശപ്പില്ല. വിശപ്പില്ലെന്ന് പറയുമ്പോൾ അർത്ഥം രോഗിയാണ്. കാരണം എന്താ? രോഗം വരുമ്പോൾ വിശപ്പ് കൂടാം, വിശപ്പ് മാറും, വിശപ്പില്ലതാവും. ആത്മീയമായിട്ട് നിങ്ങൾ രോഗിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ മരിച്ച അവസ്ഥയിലാണോ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇത് വചനത്തോടുള്ള വിശപ്പും ദാഹമൊന്നും കാണത്തില്ല. അതില്ലെങ്കിൽ കർത്താവോട് ചോദിക്കുക, കർത്താവേ, അങ്ങനെ വചനത്തോടുള്ള വലിയ ദാഹം, ഒരു വിശപ്പ് എനിക്കുണ്ടാക്കണം. അത് വന്നാൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. സങ്കീർത്തനങ്ങൾ 103:20 നേരത്തെ വായിച്ച വാക്യം. സങ്കീർത്തനങ്ങൾ 103:20. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, കണ്ടോ? അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുക. അവന്റെ, ഒന്ന് ഉറക്കെ പറ, അവന്റെ വചനത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതനുസരിക്കാൻ ദൂതമായി ഇറങ്ങി വരും. രാവിലെ തൊട്ട് രാത്രി വരുന്ന കരച്ചിൽ പിടിച്ചിടുവാണെങ്കിൽ അവർ മൈൻഡ് ചെയ്യില്ല. അവരോട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ദൂതന്മാർക്ക് പണിയില്ല. നിന്റെ വാക്കല്ല ദൂതന്മാർ കേൾക്കുന്നത്, അവന്റെ വാക്കാണ്. അവന്റെ വാക്ക് നീ സംസാരിക്കാൻ തുടങ്ങിയ there shall be miracles.